ഹലോ, അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്തത് സംഭവിക്കുമ്പോഴൊക്കെ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രമേ ഇത് സംഭവിക്കുന്നു എന്നാണ്, അല്ലേ? സിംസാറുൽ ഹക്ക് ഉദവി തൻ്റെ പ്രഭാഷണങ്ങളിൽ എപ്പോഴും ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു ഒരാളെ പരീക്ഷിക്കുന്നത് അവനെ തകർക്കാനല്ല, മറിച്ച് അവൻ്റെ പദവി ഉയർത്താനാണ്. ഈ പരീക്ഷണങ്ങളിൽ നാം കാണിക്കേണ്ട സബറിനെ കുറിച്ചിട്ടാണ്, അഥവാ ക്ഷമയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് യഥാർത്ഥ ക്ഷമ? ദുരന്തം സംഭവിക്കുന്ന ആദ്യ നിമിഷത്തിൽ കാണിക്കുന്ന നിയന്ത്രണമാണ് യഥാർത്ഥ ക്ഷമ. ആ സമയത്ത് നാവിൽ നിന്ന് വരുന്നത് പരാതികളല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നാം തൃപ്തനാണ് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കൂട്ട് എപ്പോഴും ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് എന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ശക്തി നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെ ഭയപ്പെടണം? പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. മറ്റെല്ലാ ഇബാദത്തുകൾക്കും ആരാധനകൾക്കും ഒരു നിശ്ചിത കണക്കുണ്ട്. എന്നാൽ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലമുണ്ട്, കണക്കില്ലാത്ത പ്രതിഫലം. അതായത് കണക്കില്ലാത്ത ഒരു പ്രതിഫലമാണ്. ഇത് എത്രത്തോളം വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നഷ്ടങ്ങൾക്ക് പകരമാകുന്നു. ഒരാൾക്ക് തൻ്റെ പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ അയാൾ ക്ഷമിച്ചാൽ അതിനേക്കാൾ ഉത്തമമായത് പകരമായി നൽകാൻ അള്ളാഹുവിന് കഴിയും. പരീക്ഷണങ്ങൾ കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് വലിയ സന്തോഷങ്ങളാണ്. മൂന്ന് തരം ക്ഷമകളുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലെ ക്ഷമ. പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ക്ഷമ. വിപത്തുകൾ വരുമ്പോഴുള്ള ക്ഷമ. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലെ ക്ഷമ ആരാധന കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാനും നന്മയിൽ നിലകൊള്ളാനും മനസ്സിനെ പാകപ്പെടുത്താം. പാപങ്ങളിൽ നിന്ന് അകലാനുള്ളത് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് പ്രേരിക്കുമ്പോൾ അതിനെ നിയന്ത്രിച്ച് നിർത്തുക. വിപത്തുകൾ വരുമ്പോഴുള്ള ക്ഷമ. രോഗം, സാമ്പത്തിക തകർച്ച, മരണം തുടങ്ങിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറാതെ നിൽക്കുക. ക്ഷമ വെറും ഒരു ആത്മീയ ഗുണം മാത്രമല്ല, അത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? അമിതമായ ദേഷ്യവും ഉത്കണ്ഠയും ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നു. ക്ഷമ പാലിക്കുന്നവരിലൂടെ സമാധാനപരമായ ഒരു സാമൂഹിക അന്തരീക്ഷം രൂപപ്പെടുന്നു. ക്ഷമയുള്ളവൻ ജയിക്കും എന്നത് വെറുമൊരു വാചകമല്ല, അതൊരു ശാസ്ത്രീയ സത്യം കൂടിയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ നമുക്കൊന്ന് നോക്കാം. അയ്യൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം രോഗശയ്യയിൽ കിടന്നിട്ടും അള്ളാഹുവിനെ സ്തുതിച്ച പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ക്ഷമക്ക് ലഭിച്ച പ്രതിഫലം വീണ്ടെടുക്കപ്പെട്ട ആരോഗ്യവും സമ്പത്തും ആയിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം സ്വന്തം സഹോദരങ്ങളാൽ കിണറ്റിൽ എറിയപ്പെടുകയും പിന്നീട് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തിട്ടും ക്ഷമ പാലിച്ചതിലൂടെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറിയ ചരിത്രം എല്ലാവർക്കും ഇതൊക്കെ അറിയാമായിരിക്കും, അല്ലേ? സുഹൃത്തുക്കളെ, നമ്മൾ വിചാരിക്കുന്നത് പ്രാർത്ഥന ഉടൻ സ്വീകരിക്കപ്പെടാത്തത് പരാജയമാണെന്നാണ്. എന്നാൽ അവിടെയാണ് അള്ളാഹു നമ്മുടെ ക്ഷമയെ അളക്കുന്നത്. ഇരുട്ടിന് ശേഷം വെളിച്ചം വരുന്നത് പോലെ ഓരോ കണ്ണീരിന് ശേഷവും ചിരിക്കാനുള്ള വക അള്ളാഹു കരുതി വച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ പരിഹാസങ്ങളിലും കുറ്റപ്പെടുത്തലുകളിലും തളരരുത്. അവർക്ക് മറുപടിയായി കൊടുക്കാൻ നിൽക്കാതെ പുഞ്ചിരിയോടെ ക്ഷമിക്കുക. നിങ്ങളുടെ ക്ഷമയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ദുനിയാവ് പരീക്ഷണങ്ങളുടെ കേന്ദ്രമാണ്. ഇവിടെ തോറ്റുപോകാതെ ക്ഷമയോടെ മുന്നേറുന്നവർക്ക് പരലോകത്ത് വിജയിക്കാം. പരീക്ഷണങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുക. ജീവിതം ഒരു പരീക്ഷണം കൂടിയാണ്. ഓരോ ബുദ്ധിമുട്ടും നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ശക്തരാക്കാനോ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓരോ പ്രയാസത്തോടൊപ്പവും ഒരു എളുപ്പമുണ്ട് എന്ന
തത്വം നമ്മൾ മുറുകെ പിടിക്കുക. ഇപ്പോൾ അനുഭവിക്കുന്ന വേദന ശാശ്വതമല്ലെന്നും ഇതിനപ്പുറം നല്ലൊരു കാലമുണ്ടെന്നും വിശ്വസിക്കുക. ക്ഷമ എന്നാൽ വെറുതെ ഇരിക്കലല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നിരിക്കുന്നതുമല്ല ക്ഷമ. മറിച്ച് ആ പ്രയാസങ്ങളെ അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് പരിഹാരത്തിനായി വിവേകത്തോടെ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ സബർ. മനസ്സിനെ പാകപ്പെടുത്തുക. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനും മനസ്സിനെ ശാന്തമാക്കാൻ വലിയ ഒരു കഴിവുണ്ട്. ക്ഷമിക്കുന്നവർക്ക് അളവറ്റ പ്രതിഫലമാണ് പ്രപഞ്ചനാഥൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ മടുക്കാതെ ക്ഷമയോടെയും പ്രതീക്ഷയോടെയും മുന്നോട്ട് നീങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.